ഹലോ എവരി വൺ. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ ഈ വർഷത്തെ നീറ്റ് UG 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കൂടുതൽ സർപ്രൈസസ് ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെയാണോ കഴിഞ്ഞ വർഷങ്ങൾ നടന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓൾറെഡി ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത് എക്സാമിനേഷൻ പാറ്റേണിലും ടൈം ഡ്യൂറേഷനിലും ആണ്. അത് ഓൾറെഡി NTA മുന്നേ തന്നെ പുറത്തു വിട്ടതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സർപ്രൈസസ് ഒന്നുമില്ല. സോ നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ദ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2025 അത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആദ്യം പറയുന്നത്. സോ ഇറ്റ്സ് ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് for NEET UG 2025 admission to the undergraduate medical courses in all medical institutions in India. Now, ഏതൊക്കെയാണ് ആ കോഴ്സസ് എന്നുള്ളതാണ് അടുത്ത ഡീറ്റെയിൽസിൽ പറയുന്നത്. സോ കണ്ടക്റ്റഡ് കോമൺ ആൻഡ് യൂണിഫോം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഡ്മിഷൻ ടു അണ്ടർഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഓൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിന്റെ മെറിറ്റ് ലിസ്റ്റ് തന്നെയാണ് BDS, അതുപോലെ തന്നെ BVSc, അതായത് ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ വെറ്ററിനറി സയൻസ്, വെറ്ററിനറി ഡോക്ടർ ആവാനുള്ള കോഴ്സ്. അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ അതേപോലെ ഫോളോ ചെയ്തിരുന്നതാണ്. അതുപോലെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ആയുർവേദ, യുനാനി, സിദ്ധ പോലെയുള്ള കോഴ്സുകൾക്ക്. അതുപോലെ തന്നെ കോഴ്സസ് അണ്ടർ നാഷണൽ കമ്മീഷൻ ഓഫ് ഹോമിയോപ്പതി BHMS കോഴ്സിനെല്ലാം ഈ പറയുന്ന നീറ്റ് UGയുടെ റാങ്ക് ലിസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിലെ അതുപോലെ തന്നെ. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് AFMCയുടെ BSc നഴ്സിംഗ് കോഴ്സ് ബീങ് കണ്ടക്റ്റഡ് ബൈ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഹോസ്പിറ്റൽസ് ഫോർ ദ ഇയർ ഓഫ് 2025. BSc നഴ്സിംഗ് കോഴ്സിലേക്ക് AFMCയുടെ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസിന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന കോഴ്സിലേക്കും നീറ്റ് UGയുടെ റാങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നൗ എക്സാമിനേഷൻ വിൽ ബി 180 മിനിറ്റ്സ്. ഇത് ഓൾറെഡി NTA പുറത്തുവിട്ട കാര്യമാണ്. 2 മണി മുതൽ 5 മണി വരെ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം നടക്കുന്നത്. സോ അതിലും വ്യത്യാസമില്ല. നൗ പാറ്റേൺസിൽ വ്യത്യാസം ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത കാര്യമാണ്. 180 ക്വസ്റ്റ്യൻസിലേക്ക് വന്നിട്ടുണ്ട്. സെക്ഷൻ B എന്ന് പറഞ്ഞ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 13 ലാംഗ്വേജസ്. മലയാളം അടക്കം 13 ലാംഗ്വേജസിൽ എക്സാം ഉണ്ട്. എല്ലാ സെന്ററുകളിലും ഹിന്ദിയും ഇംഗ്ലീഷും മീഡിയം അവൈലബിൾ ആയിരിക്കും. ഈ പറയുന്ന മറ്റുള്ള അതാത് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ അതാത് ആ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അതായത് ഇപ്പം മലയാളം ആക്ച്വലി കേരളത്തിലും ലക്ഷദ്വീപിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നൗ ബാക്കി മറ്റ് അതിന്റെ ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫെബ്രുവരി 7th മുതൽ മാർച്ച് 7th വരെയാണ് സമയം. എന്ന് വെച്ചാൽ ഒരു മാസം, ഫെബ്രുവരി 28 ഡേയ്സേ ഉള്ളൂ. സോ ദാറ്റ് വിൽ ബി അറൌണ്ട് 29 ഡേയ്സ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീ അതും ആ 7th മാർച്ച് തന്നെയാണ്, 11:50 PM ആണ്. നൗ കറക്ഷൻ ഡേറ്റ് മാർച്ചിൽ 9th-ന്റെയും 11th-ന്റെയും ഇടയിൽ വരും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ടെൻറ്റേറ്റീവ് ആണ്, ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. എക്സാമിനേഷൻ ഫീ പേയബിൾ ബൈ കാൻഡിഡേറ്റ്സ്. Now, ഇന്ത്യയിലെ സെന്റർ ആണെങ്കിൽ ജനറൽ കാറ്റഗറി 1700 ആണ്, ജനറൽ EWS OBC NCL 1600 ആണ്, SC ST ഡിഫറൻഷ്യൽ ഏബിൾഡ് തേർഡ് ജെൻഡർ സ്റ്റുഡൻസിനൊക്കെ 1000 rupees ആണ്. പുറത്തുള്ള സെന്റർ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 9500 rupees-ലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിന്റെ പ്രോസസ്സിംഗ് GST കാര്യങ്ങളൊക്കെ വരും. ഇനി മറ്റുള്ള ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റി ഓഫ് എക്സാമിനേഷൻ 26 ഏപ്രിലിനാണ് വരുന്നത്. അഡ്മിറ്റ് കാർഡ് May 1 ഡൗൺലോഡ് ചെയ്യാം. അതായത് അഡ്മിറ്റ് കാർഡ് എക്സാം നടക്കുന്നത് May 4th. ആണ്. അതിന്റെ ഒരു 3 ദിവസം മുന്നേ അഡ്മിറ്റ് കാർഡ് വരുള്ളൂ. അതിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 26 ഏപ്രിലിൽ നമുക്ക് എവിടെയാണ് എക്സാം സെന്റർ, അപ്പൊ അങ്ങോട്ട് പോകാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ വേണ്ടവർക്ക് അത് നോക്കാം. ഇനി കേരളത്തിലുള്ള എക്സാം സെന്റേഴ്സ് 16 എക്സാം സെന്ററുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും എക്സാം സെന്ററുകളുണ്ട്. അപ്പോൾ യാത്രയൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാത്രമല്ല എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്താവുന്നതേ ഉള്ളൂ. നൗ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ 180 minutes 2 PM to 5 PM ആണ്. നൗ സെന്റർ അഡ്മിറ്റ് കാർഡിൽ വരും. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഈ പറയുന്ന സൈറ്റിൽ നോക്കാനാണ് പറയുന്നത്. കൂടാതെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് 14th June ആണ്. എന്ന് വെച്ചാൽ എക്സാമിനേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു മാസത്തിലധികം സമയം കഴിഞ്ഞ് 40 ദിവസം, May 4th കഴിഞ്ഞ 41 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. OBC NCLന്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ OBC NCL എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്, നാഷണൽ ലെവൽ എക്സാം ആണ്. സോ സ്റ്റേറ്റിൽ OBC NCL ഉള്ളവർ ജനറൽ ചൂസ് ചെയ്യണം. സോ അതായത് സ്റ്റേറ്റ് ലിസ്റ്റഡ് OBC NCL candidates who are not in OBC NCL central list must choose general. അതായത് OBC NCL ആർക്ക് മാത്രമേ ബാധകമാവുള്ളൂ? സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാറ്റഗറികൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട ഓൺലൈൻ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ
റീസെന്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്, അഡ്രസ് പ്രൂഫ്, സ്കാൻഡ് സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നമ്മുടെ അതായത് കാൻഡിഡേറ്റിന്റെ സ്വന്തമോ അല്ലെങ്കിൽ ഗാർഡിയൻസിന്റെയോ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ സ്ഥിരം എല്ലാ എക്സാമിനേഷൻസിലും പറയുന്ന കാര്യങ്ങളാണ്. സോ ദർ ആർ നോ സർപ്രൈസസ്. നമ്മൾ എന്തൊക്കെയാണോ എക്സ്പെക്ട് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് അനലൈസ് ചെയ്തുകൊണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അത് നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുപോലൊക്കെ തന്നെയാണ്. അതിൽ നമുക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് 6 or 7 ഐഡികൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ്.